കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ കത്തിയെരിയുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ശശി തരൂർ ഇടതുപാളയത്തിലേക്ക് ചേക്കേറുന്നു എന്നത്. അതിനായി ലോക പ്രശസ്ത വ്യവസായി എം.എ. യൂസഫ് അലി മധ്യസ്ഥത വഹിച്ചു എന്ന് വരെ പറഞ്ഞു വരുത്തി. എന്നാൽ ഇപ്പോൾ ഇതാ ആ വ്യാജ വാർത്തയുടെ ബലൂൺ ആ യൂസഫ് അലി തന്നെ കുത്തിപ്പൊട്ടിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒന്നേ പറയാനുള്ളൂ, ഒരേ ഒരു വാചകം: ഇത് വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് എന്നത്. വിദേശയാത്രക്കിടയിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറഞ്ഞ യൂസഫ് അലി തരൂരിനെ CPM-ൽ എത്തിക്കാൻ താൻ ചർച്ച നടത്തിയെന്ന പ്രചാരണം പൂർണ്ണമായിട്ടും അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അബുദാബിയിലോ മറ്റെവിടെയെങ്കിലും വെച്ചോ ഇത്തരമൊരു ചർച്ച നടന്നിട്ടേയില്ല. വെറുതെ ഇരുന്നപ്പോൾ ആരോ ഉണ്ടാക്കിവിട്ട ഒരു കഥയാണ് എന്നത് ചുരുക്കം. പാവം CPM സൈബർ പോരാളികൾ ഇത് കേട്ട് തരൂർ വരുന്നത് ആഘോഷിക്കാൻ പായസം വെക്കാൻ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. കോൺഗ്രസ് MP ശശി തരൂരിനെ CPM-ലേക്ക് എത്തിക്കാൻ താൻ ചർച്ച നടത്തിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് യൂസഫ് അലി വ്യക്തമാക്കിയത്. പാർട്ടി മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയെന്ന വാർത്തകളിൽ പറയുന്ന സമയത്ത് താൻ വിമാനത്തിലായിരുന്നുവെന്നും ശശി തരൂർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPM-ലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം വാർത്തകളിലൂടെ തരൂർ തന്നെ നേരത്തെ അപ്പാടെ തള്ളിയതായിരുന്നു. കേരളത്തിൽ ഭരണമുണ്ടെങ്കിലും അഖിലേന്ത്യാ തലത്തിൽ ഒന്ന് ശ്വാസം വിടാൻ പോലും കഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ CPM ഉള്ളത്. ഈ സമയത്താണ് ശശി തരൂരിനെ പോലെ ലോകമറിയുന്ന ഒരു നേതാവ് CPM-ലേക്ക് വരുമെന്ന് ഇവർ സ്വപ്നം കാണുന്നത്. തരൂർ ഒരു മണ്ടനെയല്ല. ലോകത്ത് എവിടെ പോയാലും അദ്ദേഹത്തിന് അവിടുത്തെ കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായിട്ട് അറിയാം. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ കരുത്തായി നിൽക്കുന്ന തരൂർ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അഡ്രസ് ഇല്ലാതായ കേരളത്തിൽ മാത്രം ബാക്കിയുള്ള ഒരു പാർട്ടിയിലേക്ക് പോകുമെന്ന് കരുതാൻ എന്ത് വിഡ്ഢിത്തമാണ് വേണ്ടത്? മുങ്ങാൻ പോകുന്ന കപ്പലിൽ ചെന്ന് തല വെച്ചു കൊടുക്കാൻ തരൂർ അത്രയ്ക്ക് ഗതികെട്ടവനാണോ എന്നാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ചോദിച്ച ചോദ്യം. തരൂരിനെ CPM-ലേക്ക് സ്വാഗതം ചെയ്യാൻ റെഡിയായി നിന്നവർ ഒന്ന് ഓർക്കുക. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയം ലിബറൽ ചിന്താഗതിയുടെയും ആഗോള കാഴ്ചപ്പാടുമുള്ള ഒന്നാണ്. എന്നാൽ CPM ഇപ്പോഴും പഴയ കാലഹരണപ്പെട്ട സിദ്ധാന്തങ്ങളിൽ തട്ടിത്തടഞ്ഞു നിൽക്കുകയാണ്. തരൂർ വരുന്നത് പോയിട്ട് ഉള്ള നേതാക്കൾ തന്നെ പാർട്ടിയിൽ നിന്നും എങ്ങനെ പുറത്തു ചാടാമെന്ന് ആലോചിക്കുന്ന കാലമാണിത്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ വിരിയാത്ത മുട്ടയിൽ നിന്നും കോഴിക്കുഞ്ഞുണ്ടാകുമെന്ന് കരുതി മനക്കോട്ട കെട്ടരുത്. തരൂർ കോൺഗ്രസിൽ തന്നെ കാണും. യൂസഫ് അലി അദ്ദേഹത്തിന്റെ ബിസിനസ് കാര്യങ്ങളുമായി തിരക്കിലുമാണ്. നിങ്ങൾ വെറുതെ വാർത്തകൾ ഉണ്ടാക്കി നാണം കെടുത്താതിരുന്നാൽ മതി. എന്തായാലും ഈ വിഷയത്തിൽ സൈബർ സഖാക്കൾ പറഞ്ഞിരുന്ന പേര് യൂസഫ് അലിയുടേതായിരുന്നു. അദ്ദേഹം തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ സത്യം തുറന്നടിച്ചെത്തിയതോടെ CPM-ന്റെ അടി തെറ്റി വീണു. എന്തായാലും തരൂർ CPM-ലേക്ക് എന്ന കിംവദന്തികൾക്ക് അവസാന മിനിറ്റിൽ യൂസഫ് അലിയെ ഇറക്കിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ കളി എന്തായാലും ഗംഭീരമായിട്ടുണ്ട്.